ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ബോഡോ മിശ്രിതമാണ്. അപ്പോൾ ബോഡോ മിശ്രിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അതിൻ്റെ നിർമ്മാണം മുതൽ അതിൻ്റെ പ്രവർത്തനം വരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചൊന്ന് വിശദമായിട്ട് ചില ഇല്ലുസ്ട്രേഷൻസൊക്കെ കാണിച്ച് എങ്ങനെയാണ് ബോഡോ മിശ്രിതം പ്രവർത്തിക്കുന്നത്, എവിടെയൊക്കെ പ്രവർത്തിക്കും എവിടെയൊക്കെ പ്രവർത്തിക്കില്ല, എല്ലാ രോഗത്തിനും ബോഡോ മിശ്രിതം ഒരു ഒറ്റമൂലിയാണോ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു സാധനമാണോ ബോഡോ മിശ്രിതം, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ വിഷ്വൽസ് ഞാൻ ബോഡോ മിശ്രിതം കൂട്ടുന്നതിൻ്റെയും അത് അടിക്കുന്നതിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അത് കൂടാതെ തന്നെ ബോഡോ മിശ്രിതത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മൾ കർഷകർ ചെയ്യുന്ന, ഞാൻ ഓരോ പ്രാവശ്യം പറയുന്ന പോലെ, എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം ചെടികളിൽ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പല വളങ്ങളോ അല്ലെങ്കിൽ ഫംഗിസൈഡുകളോ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളോ ഒക്കെ നടത്തുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് ഇത് പ്രയോഗിക്കുന്നു, എന്തിന് പ്രയോഗിക്കുന്നു എന്ന് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് തുടർന്നും ഈ കൃഷിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സോ ബോഡോ മിശ്രിതം എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടിനെക്കുറിച്ചൊക്കെ പല ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ പ്രസാദ് ഭായി ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് കൂട്ടിയെടുക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലേക്കാണ് പോകുന്നത്. അത് കോപ്പർ സൾഫേറ്റ്, ഏറ്റവും നല്ല കോപ്പർ സൾഫേറ്റ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്കിൻ്റെ കോപ്പർ സൾഫേറ്റാണ്. ഏറ്റവും നല്ല കോപ്പർ സൾഫേറ്റ് എടുക്കുകയും അത് വെള്ളത്തിൽ ഏറ്റവും പെട്ടെന്ന് ലയിക്കാവുന്ന തരത്തിലുള്ള അത്രയും പൊടിയായിട്ടുള്ള രൂപത്തിലുള്ളതാണ് നമ്മുടെ പരീക്കിൻ്റെ വരുന്നത്. അത് 1 കിലോ എടുത്തു. അത് കൂടാതെ ഞാൻ ചുണ്ണാമ്പ് നീറ്റിയോ ചുണ്ണാമ്പ് ഉണ്ടാക്കിയോ കക്ക നീറ്റിയോ ഒന്നും അല്ല, അല്ലെങ്കിൽ അത് ചുണ്ണാമ്പ് ഉണ്ടാക്കിയോ ഒന്നും അല്ല ബോഡോ മിശ്രിതത്തിൻ്റെ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ നല്ല ക്വാളിറ്റി, 90% കാൽസ്യമുള്ള നല്ല ക്വാളിറ്റി പൗഡർ മേടിക്കാൻ കിട്ടും. അത് കൃത്യമായിട്ട് 1 കിലോ എടുത്ത് ഇത് രണ്ടായിട്ട് മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം വെള്ളം പിടിച്ച് വെള്ളത്തിലേക്ക് ആദ്യം നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡും തുടർന്ന് ബോഡോ കൂട്ടാനുള്ള കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശും ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂട്ടുന്നത് 200 ലിറ്ററിനല്ല കൂട്ടുന്നത്, ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് 500 ലിറ്ററിനാണ് കൂട്ടുന്നത്. സാധാരണ മരുന്നടിക്കുന്നത് ഞാൻ 1000 ലിറ്ററിനാണ്. പക്ഷേ ബോഡോ മിശ്രിതം കൂട്ടുമ്പോൾ അത് 500 ലിറ്ററിനെ കൂട്ടുന്നുള്ളൂ. ഈ 500 ലിറ്റർ കൂട്ടുന്ന കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി ബോഡോ മിശ്രിതം എങ്ങനെയാണ് നമ്മളുടെ ചെടികളെ സഹായിക്കുന്ന, ഏത് സമയത്താണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. നമുക്ക് അറിയാം, നമ്മൾ സാധാരണ ഒരു വേനൽ കടന്ന്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കഴിഞ്ഞ് ജൂൺ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് സാധാരണ മൺസൂൺ കാലം നമുക്ക് ആരംഭിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, സാധാരണ മൺസൂൺ കാലം ആരംഭിക്കുന്നത്. ഈ വർഷത്തെ കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇതിന് ശേഷം സംസാരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. സാധാരണഗതിയിൽ നടക്കുന്നത് അങ്ങനെ നിരന്തരമായ ഒരു ചൂടിന് ശേഷം ഒരു വേനൽ മഴയൊക്കെ കിട്ടി ചെടിയൊന്ന് അതിൻ്റെ സ്ട്രെസ്സിൽ നിന്ന് പതിയെ റിലീസായി തുടങ്ങി, തുടർന്ന് മൺസൂൺ ആരംഭിച്ച് തുടർച്ചയായ മഴയിലേക്ക് ഇത് കടക്കും.
അങ്ങനെ 1-2 മഴകൾക്ക് ശേഷമാണ് നമ്മൾ സാധാരണ ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കുന്നത്. ഈ ബോഡോ മിശ്രിതം അപ്ലൈ ചെയ്തതിന് ശേഷം പലരും അവരുടെ റിസൾട്ടായിട്ട് പറയുന്നത് കൂടുതലായിട്ട് അതുവരെ ചിലപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ചില മഞ്ഞപ്പിഞ്ചിൻ്റെ പ്രശ്നങ്ങൾ, ചെടിയുടെ മൊത്തത്തിലുള്ളൊരു അനാരോഗ്യം, ഇലകളിലുള്ള ഈ ചെറിയ പാടുകൾ, അതുപോലെ തന്നെ കായപിടുത്തത്തിൻ്റെ കുറവ്, പൂവിരിയലിൻ്റെ കുറവ്, ഇതൊക്കെ മാറിയിട്ട് ചെടി വളരെ ഊർജ്ജസ്വലമായിട്ട് ചെടിയുടെ ഉൽപ്പാദനത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് പല കർഷകരും അവരുടെ അനുഭവത്തിൽ പറയാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്നാൽ ചില കർഷകർക്ക് ഇത് സംഭവിക്കാറുമില്ല. എന്തുകൊണ്ടാണ് അവർക്കത് സംഭവിക്കാത്തത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ ബോഡോ മിശ്രിതം ഞാൻ അതിൻ്റെ പ്രവർത്തനത്തെ 3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 3 തരത്തിൽ ഇത് നമ്മുടെ ചെടിയെ സഹായിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ബോഡോ മിശ്രിതം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ പിന്തുടർന്ന് ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന ഒരു കോണ്ടാക്റ്റ് ഫംഗിസൈഡാണ്. അതായത് നമ്മൾ കൃത്രിമമായിട്ട് കടകളിൽ നിന്ന് മേടിക്കുന്ന മറ്റ് ഫംഗിസൈഡുകളിൽ നിന്നും ഇതിൻ്റെ ചെറിയ വ്യത്യാസമെന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മളായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ചില മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻറ്റും അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകതരം കൂട്ടാണ്. ഇതൊരു വളമായിട്ടും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇതൊരു സ്ട്രെസ് റിലീസറായിട്ടും വർക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ ഇതൊരു കോണ്ടാക്റ്റ് ഫംഗിസൈഡായിട്ടും വർക്ക് ചെയ്യും. കൂട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ഇത് ഇല്ലാതാക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നത് ഇതൊരു കോണ്ടാക്റ്റ് ഫംഗിസൈഡാണ്. ഈ കോണ്ടാക്റ്റ് ഫംഗിസൈഡ് കൂടാതെ തന്നെ ഇത് ചെറിയ രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനെയും ഇത് ഇല്ലാതെയാക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചെടികളിൽ ഇത് പ്രയോഗിക്കുന്ന സമയത്ത് ഇത് ഒരു കോട്ടിംഗ് ആയിട്ട് ചെടിയുടെ മുകളിലേക്ക് വരികയും അവിടെ ഉണ്ടായിരിക്കുന്ന ഫംഗൽ അറ്റാക്കുകൾ സാധാരണഗതിയിൽ വരുന്നത് ഈ ക്ലൈമറ്റ് ബ്രേക്കുകൾ ഉണ്ടാകുന്ന സമയത്താണ് അത് വരുന്നത്. അപ്പോൾ ഈ ഫംഗലുകൾ ഇത് വളരുകയും, ഈ ഫംഗലുകൾ പ്രധാനമായിട്ടും ഇലകളുടെ പുറത്ത് വളരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരങ്ങളിൽ, അതുപോലെ തന്നെ പൂവിരിയുന്ന ഏറ്റവും ഹിഡനായിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ചൊന്ന് ഒതുങ്ങി നനവ് നിലനിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഫംഗൽ അറ്റാക്ക് അല്ലെങ്കിൽ ഫംഗസിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അങ്ങനെയാണത്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചെടിയുടെ ആ പുതിയ കായ ഉണ്ടാകുന്ന ഞെടുപ്പുകളിലോ അതോ അല്ലെങ്കിൽ അതിൻ്റെ പോളയ്ക്കുള്ളിലോ ഫംഗൽ ഉണ്ടാവുകയും തുടർന്ന് ഈ കായകളിലേക്കുള്ള അതിൻ്റെ ന്യൂട്രിയൻ സപ്ലൈ കട്ട് ചെയ്ത് പോവുകയും അത് മഞ്ഞപ്പിഞ്ചായിട്ട് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ബോഡോ മിശ്രിതം കൊടുക്കുന്ന സമയത്ത് ഇത് തടയുകയും ഇതിനെ ഒരു കോണ്ടാക്റ്റ് ഫംഗിസൈഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇതിൻ്റെ വളർച്ചയെയും സ്പോറുകൾ ഉണ്ടാക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ഇല്ലാതാക്കി ഈ ഫംഗസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിച്ച് ചെടിയെ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കി കൃത്യമായ രീതിയിലുള്ള ന്യൂട്രിയൻ സപ്ലൈ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് ചെടിയെ സഹായിക്കുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഇതിൻ്റെ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോയിൻറ്റിനെ വിശദീകരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ ഓൾറെഡി ഇതിനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കൊടുക്കുന്ന ബോഡോ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇതിൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. കോപ്പർ സൾഫേറ്റിലെ കോപ്പറും സൾഫറും, അതുകൂടാതെ കാൽസ്യം ഹൈഡ്രോക്സൈഡിലെ കാൽസ്യം. അപ്പോൾ 3 പ്രധാനപ്പെട്ട മൂലകങ്ങൾ നമ്മൾ ഈ ബോഡോ മിശ്രിതം കൊടുക്കുന്നതിൽ കൂടി ചെടിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? കാൽസ്യം, അതുപോലെ തന്നെ കോപ്പർ, പിന്നെ സൾഫർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് 2 മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി മൂലകങ്ങൾ, ഈ പ്രൈമറി മൂലകങ്ങളെയും സെക്കൻഡറി മൂലകങ്ങളെയും ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് മാക്രോ ന്യൂട്രിയൻ്റ്. അപ്പോൾ അതിൽ ഈ മാക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സൾഫറും അതുപോലെ തന്നെ കാൽസ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം അവിടെ ഒരു പരിധിവരെ ചെടികളുടെ സെൽവാളുകൾക്ക് ശക്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കോപ്പർ എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്ന ആ സൂക്ഷ്മ മൂലകത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുകൂടി ഈ അടുത്ത ചിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാകും. അപ്പോൾ കോപ്പർ വളരെ വലിയ തോതിൽ ചെടിയുടെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മാറുന്നുണ്ട്.
കോപ്പർ മാത്രം കൊടുത്തത് കൊണ്ട് ഒരു ചെടി നന്നാകും എന്നുള്ളതിൻ്റെ അങ്ങനെ അർത്ഥമാക്കരുത്. മറിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ പല എൻസൈം പ്രൊഡക്ഷൻസിനെയും അതുപോലെ തന്നെ ചെടിയുടെ പുതിയതായിട്ടുള്ള ഇലകൾ ഉണ്ടാക്കാൻ വേണ്ടി, പുതിയ പൂവുകൾ ഉണ്ടാക്കാൻ വേണ്ടി, കായകളുടെ വളർച്ചയ്ക്ക് വേണ്ടി, സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും കോപ്പറിൻ്റെ ഒരു സപ്ലൈ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറിൻ്റെ അളവ്, കാൽസ്യം നമ്മൾ ഈ കൊടുക്കുന്ന കോപ്പർ സൾഫേറ്റിലെ കോപ്പറിൻ്റെ അളവ് ചെടിയെ ഇത്തരത്തിലുള്ള എൻസൈം പ്രൊഡക്ഷനും അതുമൂലമുള്ള പ്രോട്ടീൻ പ്രൊഡക്ഷൻ, സെൽ വാളിൻ്റെ ഘടനയുടെ വ്യത്യാസം അല്ലെങ്കിൽ സെൽ വാളിൻ്റെ പ്രൊട്ടക്ഷൻ, പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഈ ചെടിയെ സഹായിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലകളുടെയും അതുപോലെ തന്നെ പൂക്കളുടെയും ചെടിയുടെ ആകമാനത്തിലുള്ള വളർച്ചയുടെയും കായകളുടെയും വളർച്ചയെ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘടകം നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന ബോഡോ മിശ്രിതത്തിലെ കോപ്പർ തീർച്ചയായും നമ്മുടെ ചെടിയെ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇലകളുടെ പ്രവർത്തനത്തെ ഈ പറയുന്ന ബോഡോ മിശ്രിതം സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു, നമ്മൾ ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊരു ചെറിയ കോട്ടിംഗ് ആയിട്ട് ഇലകളിലേക്ക് പിടിക്കുകയും അവിടെ ഉണ്ടായിരിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനെ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ അത് ഇല്ലാതാക്കിക്കൊണ്ട് ചെടിയുടെ പാടുകളെയൊക്കെ മാറ്റി ചെടിക്ക് കൂടുതൽ പച്ചപ്പ് കൊടുക്കുന്നു. ക്ലോറോഫിലിൻ്റെ ഉൽപ്പാദനത്തെ അത് വർദ്ധിപ്പിക്കുന്നു. അതുവഴി ഫോട്ടോസിന്തസിസിനെ കൃത്യമായ രീതിയിൽ ഇത് സഹായിക്കുകയും ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും ഭക്ഷണം എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ബോഡോ മിശ്രിതം അടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചെടിയിലെ ചെറിയ പുള്ളികളൊക്കെ മായുന്നു, ഇലപ്പുള്ളി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാറുന്നു. അത് ഇലകളിലേക്കും കൂടെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബോഡോ മിശ്രിതം അടിക്കുന്ന സമയത്ത് ചുവട്ടിൽ പിടിച്ചതിന് ശേഷം മുകളിലേക്കും കൂടെ ഒന്ന് കൊടുക്കണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബോഡോ മിശ്രിതത്തിൻ്റെ ഈ പ്രയോഗം വഴി നമ്മൾ ഇലകളുടെ ആരോഗ്യത്തെ കുറച്ചുകൂടി ശരിയായ രീതിയിൽ പോഷിപ്പിച്ചിട്ട് ചെടിക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള സഹായം കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബോഡോ മിശ്രിതം പ്രയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഞാൻ രണ്ടാമത്തെ പറഞ്ഞ പോയിന്റിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന കോപ്പർ എന്ന് പറയുന്നത് ചെടി എടുക്കുന്നത്. അപ്പോൾ ചെടിയിലേക്ക് നമ്മൾ പിടിക്കുന്ന സമയത്ത് ചെടിയുടെ തണ്ടിലും അതോടൊപ്പം തന്നെ ചുവട്ടിലും ചേർത്ത് പിടിച്ചിട്ട് അവിടെയുള്ള ചെറിയ ഫൈബർ വേരുകളാണ് ഈ കോപ്പറിനെ അബ്സോർബ് ചെയ്തിട്ട് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് പ്രയോഗിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് മഞ്ഞപ്പിഞ്ച് സാധാരണ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയായി. അതായത് മഞ്ഞപ്പിഞ്ച് പൊഴിയാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം ചെടിക്ക് ഉണ്ടായിരിക്കുന്ന ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് ബോഡോ മിശ്രിതം എന്ന് പറയുന്ന കോൺടാക്റ്റ് ഫംഗിസൈഡ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ അത് മാറ്റുന്നു. ചെടിയുടെ ഉള്ളിലേക്ക് കോപ്പറിൻ്റെ അംശത്തെ കൂടുതൽ കടത്തി വിട്ടുകൊണ്ട് ഭക്ഷണ നിർമ്മാണത്തെയും എൻസൈമുകളുടെ നിർമ്മാണത്തെയും പ്രോട്ടീൻ നിർമ്മാണത്തെയും സഹായിച്ചുകൊണ്ട് ഇലകളുടെയും അതുപോലെ തന്നെ കായകളുടെയും അതുപോലെ ചെടിയുടെ ആകമാനമുള്ള വളർച്ചയും അത് സഹായിക്കുന്നു. അതുകൂടാതെ ഇലകളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് സിന്തസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൂടുതൽ ആക്റ്റീവാക്കിക്കൊണ്ട് ചെടിക്ക് കൂടുതൽ ആരോഗ്യം കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരൊറ്റ കാര്യം കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ബോഡോ മിശ്രിതം കൊടുത്തതിന് ശേഷവും മഞ്ഞപ്പിഞ്ച് പൊഴിയുകയും അതുപോലെ തന്നെ ചെടി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഈ വർഷം നമ്മൾ ആദ്യം മുതൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ബോഡോ മിശ്രിതത്തിനെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയും അതിൻ്റെ ശരിയായ ധാരണയും നമുക്ക് തെറ്റിദ്ധാരണ മാറി ശരിയായ ധാരണയിലേക്ക് നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ബോഡോ മിശ്രിതം കൊടുത്തതുകൊണ്ട് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ ഒരു പരിധി വരെ നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ എല്ലാ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലും ഈ ഫംഗിസൈഡോ അല്ലെങ്കിൽ മഞ്ഞപ്പിഞ്ച് ഉണ്ടാകുന്നത് ഫംഗൽ അറ്റാക്കുകൾ കൊണ്ടോ ബാക്ടീരിയൽ അറ്റാക്കുകൾ കൊണ്ടോ അല്ല എന്ന യാഥാർത്ഥ്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കാൻ ചില പ്രത്യേകമായിട്ടുള്ള അന്തരീക്ഷ അവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ അവസ്ഥ അവിടെ ഉണ്ടാവണം. നമുക്ക് ഈ വർഷമാണ് ഇതിൽ ഏറ്റവും ഉദാഹരണം എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഈ വർഷം നമുക്കറിയാം, നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ഇടയ്ക്ക് വേനൽ മഴ കിട്ടിയതിന് ശേഷം സാധാരണ നമുക്ക് വേനൽ മഴ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള താപനിലയിൽ ഒരു ചെറിയ കുറവ് വരികയും തുടർന്ന് ചെറിയ ഇടവേളകളിൽ മഴകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഈ വർഷം അത് സംഭവിച്ചിട്ടില്ല. ചെടി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ മെക്കാനിസത്തിൽ അത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതായത് ചെടിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ആവുന്ന സമയത്ത് ചെടി അവിടെ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഏറ്റവും ആരോഗ്യമുള്ള കുറച്ച് ഭാഗമെങ്കിലും ചെടിക്ക് അവിടെ നിലനിർത്തണം. ആ നിലനിർത്താൻ വേണ്ടി
ഏറ്റവും മിനിമലായിട്ടുള്ള അതിൻ്റെ എനർജി ഉപയോഗം അവിടെ നടത്തണം. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം നോക്കാം. വെയിൽ വന്നു, അതിനുശേഷം ചെറിയ മഴ പെയ്യുന്നു, വീണ്ടും നീണ്ടു നിൽക്കുന്ന ഒരു വെയിൽ വരുന്നു, പിന്നെ 2-3 ദിവസം മഴ പെയ്യുന്നു. ഇങ്ങനെ ഒരു കാലാവസ്ഥ വരുന്നത് കൊണ്ട് ചെടി ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീസ് ആവുന്നില്ല. എന്നാൽ മഴക്കാലത്ത് ചെടി വിചാരിക്കുന്നു സ്ട്രെസ്സൊക്കെ റിലീസായി ഒന്ന് ചാരിയിരിക്കാമെന്ന് വിചാരിച്ച് ചാരുകസേരയൊക്കെ ഇട്ട് ഇരുന്ന് 4 പൂവൊക്കെ വിരിയിപ്പിച്ച് അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് വിരിഞ്ഞൊക്കെ വരും, ചെറിയ കായൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്താണ് നീണ്ടു നിൽക്കുന്ന ഒരു വെയിലിലേക്ക് വരുന്നത്. ആ മൊമെൻറ്റിൽ അവിടെ സംഭവിക്കുന്നത് ചെടി വീണ്ടും സ്ട്രെസ്സിലേക്ക് പോവുകയാണ്. സ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ 2 തരത്തിലുള്ള ഹോർമോണുകൾ അവിടെ ചെടി ഉൽപ്പാദിപ്പിക്കുന്നു. അതിലൊന്നാണ് എത്തിലീൻ. എത്തിലീൻ ഒരു ഗ്യാസാണ്. എത്തിലിൻ്റെ ഉപയോഗം നമുക്കറിയാം. ചെടിയുടെ അല്ലെങ്കിൽ പഴങ്ങൾക്ക് മഞ്ഞ നിറം കിട്ടുന്ന പഴുപ്പിക്കുന്ന സാധനം ആണ്. പഴുപ്പിക്കാൻ, മൂത്ത് പഴുക്കാൻ വേണ്ടി അവിടെ ചെടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് എത്തിലിൻ എന്ന് പറയുന്നത്. സ്ട്രെസ്സ് കൂടുതലുണ്ടാകുന്ന സമയത്ത്, കൂടുതൽ ചൂടുള്ള സമയത്ത്, ഇതുപോലെ തന്നെ ഈ ഗ്യാപ്പ് ഉണ്ടാകുന്ന സമയത്ത് എത്തിലിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ചെടി സ്വാഭാവികമായിട്ടും കൂട്ടുകയും എത്തിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതോടൊപ്പം തന്നെ അബ്സസിക് ആസിഡ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു ഹോർമോണും കൂടെ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ചെടി എത്തിലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നത് ചെടിയുടെ കായകളുടെ ഞെട്ടുകളിൽ അത് പ്രവർത്തിക്കുകയും അബ്സസിക് ആസിഡുമായി ചേർന്നിട്ട് ഞെട്ടുകളിൽ തുടർന്ന് കായകളിലേക്കുള്ള അതിൻ്റെ ന്യൂട്രിയൻ സപ്ലൈ കട്ട് ചെയ്തിട്ട് അതിനെ ഏർലി സ്റ്റേജിൽ പഴുപ്പിച്ച് അതിനെ പൊഴിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാലാവസ്ഥയിൽ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചലിനെ തടയാൻ വേണ്ടി ബോഡോ മിശ്രിതം മാത്രം അടിച്ചു കൊടുത്തതുകൊണ്ട് മഞ്ഞപ്പിഞ്ച് നിൽക്കും എന്നൊരു ധാരണ നമുക്ക് പാടില്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് തീർച്ചയായും ബോഡോയുടെ എഫക്റ്റും ഉണ്ടാവുന്നത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ബോഡോ മാത്രം കൊടുത്തതുകൊണ്ട് നമ്മുടെ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വേരുകൾ എത്രത്തോളം ശക്തമായി നിൽക്കുന്നതോ അത്രത്തോളം ന്യൂട്രിയൻസിനെ ഇത് കൂടുതൽ വലിച്ചെടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെ ഇപ്പോൾ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്താൽ പോലും പല കാര്യങ്ങളും ഇത് വേരുകൾ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വേരുകൾ വഴി ന്യൂട്രിയൻസും മറ്റു കാര്യങ്ങളും മുകളിലേക്ക് എത്തി ഇതിൻ്റെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയുള്ളൂ. അപ്പോൾ വേരില്ലായ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമ്മുടെ മഞ്ഞപ്പിഞ്ച് കൊഴിച്ചിൽ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെടിയുടെ വേരിനെ പരിശോധിക്കണം. വേര് നന്നാക്കാൻ, വേര് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ആദ്യം നമ്മൾ നടപ്പിലാക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെടി ഇത്തരത്തിൽ സ്ട്രെസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം. ഞാൻ വേരിൻ്റെ കാര്യം കൂടാതെ മറ്റ് 2 കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്ന്, തുടർച്ചയായിട്ടുള്ള ജലസേചനം. ഈ മഴ മാറി നിൽക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ മിനിമം ഒരു 8 to 10 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ചെടിക്ക് കിട്ടുന്നത് പോലെ ഇറിഗേഷൻ നടത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ചെടിയെ സംബന്ധിച്ചിടത്തോളം ചെടി സ്ട്രെസ്സിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് ചുവട്ടിലുണ്ടാകുന്ന ഹ്യൂമിഡിറ്റിയാണ്, ആവിപ്പാണ്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജലസേചനം നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ നമുക്ക് അതിന് കൂടുതൽ ആലോചിക്കാം. അപ്പം കരിവെള്ളം പോലെയുള്ളത്, അതുപോലെ തന്നെ മൾച്ചിങ് കുറച്ച് നന്നായിട്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു സീസണിൽ നമ്മൾ ചെയ്തിരിക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തണൽ നിയന്ത്രണമാണ്. നമ്മൾ സാധാരണ ഒരു 30% തണൽ മാത്രം നിർത്തി, അല്ലെങ്കിൽ 20% നിർത്തിക്കൊണ്ട് ബാക്കി തണൽ മരങ്ങൾ വെട്ടി ചെടിക്ക് കൂടുതൽ ചിമ്പടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സാധാരണ ഒരുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ 50 മുതൽ 60% വരെ തണൽ ചെടിക്ക് ലഭ്യമാക്കണം. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ നമുക്കില്ല എങ്കിൽ നെറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തീരെ പ്രശ്നമുള്ള മേഖല നമ്മൾ കൃത്രിമമായിട്ടുള്ള തണലെങ്കിലും ചെടിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ പറയുന്ന എത്തിലീനെയും അതുപോലെ തന്നെ അബ്സസിക് ആസിഡിനെയും ഒപ്പോസ് ചെയ്യാൻ കഴിവുള്ള ഹോർമോണുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഹോർമോണാണ് ജിബർലിക് ആസിഡ്. ജിബർലിക് ആസിഡിൻ്റെ ഒരു പ്രവർത്തനം ചെടിയുടെ മൊത്തത്തിലുള്ള സ്ട്രെസ്സിനെ റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും സ്ട്രെസ് ഉള്ള സമയങ്ങളിൽ മരുന്ന് കൊടുക്കുമ്പോഴാണെങ്കിലും ശരി, അതല്ല എങ്കിൽ നമ്മൾ ഫോളിയാറൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജിബർലിക് ആസിഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ ഈ സ്ട്രെസ്സ് ഒരു പരിധിവരെ നമുക്ക്
പിടിച്ചു നിർത്താൻ കഴിയും. അത് പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഞെടുപ്പുകളിൽ, അതായത് മഞ്ഞപ്പിഞ്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള കായകളുടെ ഞെടുപ്പുകളിലാണ് അബ്സിസിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ എത്തിലീനും പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ന്യൂട്രിയൻ സപ്ലൈ കട്ട് ചെയ്യുന്നതെങ്കിൽ ജിബ്രലിക് ആസിഡ് അവിടെ അതിനെ ഒരു ചാലകമായിട്ട് വർക്ക് ചെയ്തിട്ട് അതിനെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ട് അത് കൃത്യമായ രീതിയിൽ ഈ ഞെടുപ്പുകളുടെ വളർച്ചയെ സഹായിച്ചുകൊണ്ട് ചെടിയുടെ കായകൾക്ക് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാലാവസ്ഥയിൽ തുടർച്ചയായിട്ടുള്ള നന നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വേരുകളുടെ സംരക്ഷണം ആവശ്യമാണ്. പിന്നെ ജിബ്രലിക് പോലെയുള്ള ഹോർമോണുകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലാതെ വളത്തിൻ്റെ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മാഗ്നീഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം സിലിക്കേറ്റ്, ഇത്തരത്തിലുള്ള സ്ട്രെസ് റിലീസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മാഗ്നീഷ്യം നൈട്രേറ്റ് പ്രവർത്തിക്കുന്നത് സ്ട്രെസ് റിലീസിങ്ങിലല്ല പ്രവർത്തിക്കുന്നത്. മാഗ്നീഷ്യം നൈട്രേറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലകളെ കൂടുതൽ കരുത്തോടുകൂടി ഫുഡ് പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന നമ്മുടെ ഫോളിയാറുകളിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ കൃത്യതയോടുകൂടി നമ്മുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഫോളിയാറുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതും ബോഡോ മിശ്രിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡോ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺടാക്റ്റ് ഫംഗിസൈഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളുടെ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലിനെ തടയും. പക്ഷേ എല്ലാ തരത്തിലുമുള്ള മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലിനെ അത് തടയാറില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ പറയുന്ന ബോഡോ മിശ്രിതം കൊടുക്കുന്ന സമയത്ത് മഞ്ഞപ്പിഞ്ച് കൊഴിച്ചിൽ തുടരുന്നത്. ആ മഞ്ഞപ്പിഞ്ച് വീണ്ടും കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചെടി സ്ട്രെസ്സിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ നന കൊടുക്കണം, വേര് നന്നാക്കണം, ഒപ്പം ജിബ്രലിക് പോലെയുള്ള നമ്മുടെ ഹോർമോണുകൾ നമുക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. അപ്പോൾ തീർച്ചയായും അത് കുറച്ചുകൂടി വിശദമായിട്ട് ആ ചിത്രങ്ങൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ചില കാര്യങ്ങളും നമ്മൾ അടുത്ത കൊടുത്തിരിക്കുന്ന ഒരു ഫോളിയാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെ ബൈ.